ഉത്തർപ്രദേശിൽ കുടുംബസ്വത്ത് വിൽക്കാൻ സമ്മതിക്കാത്ത ഭാര്യയെ ക്രൂരമായി കൊലപ്പെടുത്തി ഭർത്താവ്. രാംപൂരി സ്വദേശി നസ്രീനാണ് കൊല്ലപ്പെട്ടത്. ഭാര്യയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ വൈദ്യുതാഘാതം ഏൽപ്പിച്ചായിരുന്നു കൊലപാതകം. ഭർത്താവ് ഇസ്രാർ കുറ്റം സമ്മതിച്ചു. നോബിൾ മാരിക്കാരൻ ചേരുന്നു കൂടുതൽ വിശദാംശങ്ങളുമായി. നോബിൾ, ഇതിൽ അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു? റോഷ്നി, ഉത്തർപ്രദേശിലെ റാംപൂരിലാണ് കുടുംബസ്വത്തിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ ഒടുവിൽ ഭാര്യയെ ഭർത്താവ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. നസ്രീൻ എന്ന വനിതയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇസ്രാർ എന്ന ഭർത്താവ് കുറ്റം സമ്മതിക്കുകയും ചെയ്തു. നസ്രീന്റെ പേരിൽ കുറച്ച് ഭൂമി ഉണ്ടായിരുന്നു, കുടുംബസ്വത്തായി ലഭിച്ചതാണ്. ഇത് വിൽക്കാൻ അവർ സമ്മതിച്ചില്ല. അതിന് പിന്നാലെ ഇലക്ട്രിക് ഷോക്ക് അടുപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ഇലക്ട്രിക് ഷോക്ക് അടുപ്പിച്ചു എന്ന് പറയുമ്പോൾ സ്വകാര്യ ഭാഗങ്ങളടക്കം ഇലക്ട്രിക് ഷോക്ക് അടുപ്പിച്ച് പൊള്ളലേൽപ്പിച്ചാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. 6ഓളം ഇടങ്ങളിൽ ഇത്തരത്തിൽ പാടുകൾ ഉണ്ട്, പൊള്ളലേറ്റ പാടുകൾ ഉണ്ട് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും വ്യക്തമാക്കുന്നത്. മുൻപ് സമാനമായി തന്നെ ഈ സ്വത്തർക്കത്തിന്റെ പേരിൽ പല ഘട്ടങ്ങളിൽ നസ്രീൻ ആക്രമണത്തിന് ഇരയായിട്ടുണ്ട്. ഇത് ബന്ധുക്കൾക്കറിയാം. ഇത് മരണത്തിന് പിന്നാലെ ബന്ധുക്കൾ ഇത് കാണിച്ചുകൊണ്ട് പരാതി നൽകുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഈ ഭർത്താവിനെ കസ്റ്റഡി എടുക്കുകയുമായിരുന്നു. പിന്നീടാണ് അരും കൊലയുടെ കുറ്റസമ്മതം അടക്കം ഉണ്ടാകുന്നത്. ഏതാണെങ്കിലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുൻപും ഇത്തരത്തിൽ ആക്രമണങ്ങളും ഒപ്പം സംഘർഷമൊക്കെ ഉണ്ടായിട്ടുള്ളതുകൊണ്ട് തന്നെ പോലീസിന് അധികം ഇതിൽ തലപുകേണ്ടി വന്നില്ല എന്നാണ് യാഥാർത്ഥ്യം. നിലവിൽ ഈ പറഞ്ഞ പ്രതി ഇസ്രാൻ കസ്റ്റഡിയിലാണ് ഉള്ളത്. ഇയാളെ വിശദമായി തന്നെ ചോദ്യം ചെയ്യുന്നുണ്ട് എന്ന് അറിയാൻ കഴിയുന്നു. സ്വത്തിന് വേണ്ടി ഭാര്യയെ ഇത്തരത്തിൽ കൊലപ്പെടുത്തുന്ന മറ്റ് സംഭവങ്ങളും ഉത്തർപ്രദേശിലെ പലയിടങ്ങളിൽ ഇതിനു മുമ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ക്രൂരമായ കൊലപാതകം ആദ്യമാണ്. കാരണം ഇലക്ട്രിക് ഷോക്ക് പലയിടത്തും അടുപ്പിച്ച്, അത് സ്വകാര്യ ഭാഗങ്ങളടക്കം ഷോക്ക് അടുപ്പിച്ച് ക്രൂരമായി തന്നെയാണ് കൊലപാതകം നടത്തിയിരിക്കുന്നത്. 3 പെൺകുട്ടികളും 1 ആൺകുട്ടിയുമാണ് ഈ ദമ്പതികൾക്കുള്ളത്. അത്തരത്തിൽ ഉള്ള 13 വർഷത്തോളമായി ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് കുടുംബത്തിൽ സ്വത്തുമായി ബന്ധപ്പെട്ട തർക്കത്തിന്റെ പേരിൽ മുൻപും പലതവണ ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ക്രൂരമായി ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന സംഭവം ഇതെന്താണെങ്കിലും അത്യന്തം ദാരുണമാണ്. വലിയ ആശങ്ക ഇതുണ്ടാക്കുന്നതുമാണ് എന്ന് പോലീസ് വ്യക്തമാക്കുകയും ചെയ്യുന്നു. ശരി, നോബിൾ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്.